ലാവ്ലിൻ കേസിലെ ഇ ഡി സമൻസിൽ വിശദ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യം, കളങ്കിതനാക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ശാന്തനായി നേരിടും. ചില ഏജൻസികളുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രേരിതമാണ്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാൽ എല്ലാം അട്ടിമറിക്കാൻ സാധിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഇ ഡി സമൻസ് ചിലർക്ക് താല്പര്യമുള്ള കാര്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല. ഇനിയും ചേർന്നിട്ടുണ്ടാവുമായിരിക്കും. അതപ്പോൾ കാണാം. നിങ്ങളീ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. തന്റെ മകനെ ഇ ഡി അയച്ചെന്ന് പറഞ്ഞ സമൻസ് നനഞ്ഞ പടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അണിയറയിൽ ഇനി എന്തൊക്കെയുണ്ട് എന്നറിയില്ല. അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്ന മകനെക്കുറിച്ച് അഭിമാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, സമൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വളരെ വിശദമായ പ്രതികരണം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷം ഇത് എന്തുകൊണ്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും മറച്ചുവെച്ചു, ഇ ഡിയും മറച്ചുവെച്ചു എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കി അത് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇതൊരു നനഞ്ഞ പടക്കം, ആ വിവാദം തന്നെ നനഞ്ഞ പടക്കം, അങ്ങനെ ഒരു സമൻസേ കിട്ടിയിട്ടില്ല എന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുന്നു. വിശദാംശങ്ങൾ ആർ ശ്രീജിത്ത്. റിജിത്ത്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഈ സമൻസുമായി ബന്ധപ്പെട്ടാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്തകളാണ് 2 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു സമൻസ് ലഭിച്ചിട്ടില്ല എന്ന നിഷേധമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. താൻ അത്തരമൊരു സമൻസ് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സമൻസ് ലഭിച്ചതായി മകനും തന്നോട് പറഞ്ഞിട്ടില്ല. മകൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ആളല്ല, അധികാരത്തിൻ്റെ ഇടനാഴിയിലൊന്നും കാണുന്ന മറ്റാളുകളെ പോലെയല്ല. മറ്റു നേതാക്കളുടെ മക്കളൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത്തരം ഒരു കുഴപ്പങ്ങളിലും ചെന്ന് വീഴാത്ത ആളുകളാണ് എൻ്റെ മക്കൾ. തൻ്റെ കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതത്തിന് കുടുംബം എന്നും വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അത്തരമൊരു പിന്തുണയുടെ ഭാഗമായി മക്കളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവരും കളങ്കരഹിതമായി പ്രവർത്തിക്കുന്നവരാണ്. മകന് വിദേശത്ത് നല്ലൊരു ജോലിയുണ്ട്. അദ്ദേഹത്തെ ഇതിലേക്കൊക്കെ വലിച്ചിടുന്നത് തൻ്റെ കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ നിന്നും താൻ വീഴാൻ പോകുന്നില്ല. നേരത്തെ കാലങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നേരെ വരുന്നു. അതൊന്നും തനിക്ക് മേൽ ഏശാത്തത് ഇതേപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം മുഖ്യമന്ത്രി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയെ തിരുത്തിയതാണ്. എം എ ബേബി ഇന്നലെ ചെന്നൈയിൽ നടത്തിയ പ്രതികരണത്തിൽ ഇത്തരമൊരു സമൻസ് ലഭിച്ചുവെന്നും അത് അസംബന്ധമാണെന്ന് കരുതി ഇ ഡി പിൻവലിച്ചുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത് പാടെ തള്ളുകയാണ്. അത് വസ്തുതകൾ മനസ്സിലാക്കാതെ ആയിരിക്കണം ബേബി പ്രതികരിച്ചത്. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരം അദ്ദേഹത്തിൽ നിന്നുണ്ടായതാവണം എന്നാണ് പറഞ്ഞത്. എന്തായാലും പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു നിഷേധ സ്വഭാവത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രിയിൽ നിന്ന് എന്നുണ്ടായിട്ടുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്തെങ്കിലും എൻ്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി മുഖ്യമന്ത്രി ഉയർത്തുകയായിരുന്നു. മറ്റൊന്ന്, എം എ ബേബി നടത്തിയ പ്രതികരണം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. അത് തിരുത്തുക കൂടി ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. വാർത്ത കണ്ടാകാം CPIM ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് OJ ജനീഷിനെ അധ്യക്ഷനാക്കിയത്. അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ടായിരുന്ന അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, മാരത്തോൺ ചർച്ചകളായിരുന്നു, വലിയ തർക്കങ്ങളായിരുന്നു, നോമിനികൾക്കായി മുതിർന്ന നേതാക്കളുടെ പിടിവലിയുണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിൽ ഒരു പേരിലേക്ക് നേതൃത്വം എത്തിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതുപോലെ ഈ തീരുമാനം വന്നതിന് ശേഷം OJ ജനീഷിന്റെ പ്രതികരണം തൃശ്ശൂരിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ സൂരജ്. TK, എന്തായാലും തൃശൂർ DCCയിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടക്കുന്നത്. വലിയ ആവേശപൂർവ്വം തന്നെ പ്രവർത്തകരെല്ലാവരും OJ ജനീഷിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് തൃശൂർ DCCയിൽ ഉണ്ടായത്. കേക്ക് മുറിച്ചും അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തും എല്ലാം തന്നെ ഈ ജനീഷിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് തൃശൂർ DCCയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെക്കാലമായി യൂത്ത് കോൺഗ്രസിന് ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായതിനു ശേഷം ഈ ഒരു നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് വ്യക്തനായ ഒരു സാരഥി, പ്രത്യേകിച്ച് തൃശൂരിന്റെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ നേതാവാണ് OJ
ജെ ജനീഷ്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ KSUവിന്റെ ചുമതല വഹിക്കുന്നു. അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും എല്ലാം വലിയ ആവേശമായുള്ളത്. ഇതിൽ നിർണായകമായത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടൽ തന്നെയാണ്. പലരുടെയും പേര് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടക്കം തീരുമാനം ഇതിൽ നിർണായകമായി മാറി. രമേശ് ചെന്നിത്തല ഒഴികെ ബാക്കി മുഴുവൻ നേതാക്കളും, അതായത് തൃശ്ശൂരിന് പ്രതികരിക്കുന്ന K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ OJ ജനീഷിനെ പിന്തുണച്ച രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടിയാണ് ഒറ്റ പേര്, അതായത് OJ ജനീഷ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും വലിയ രീതിയിൽ ആവേശപൂർവ്വം തന്നെ സ്വീകരിക്കുകയാണ് തൃശ്ശൂരിൽ. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് നടത്തിവന്ന കണക്കെടുപ്പ് പൂർത്തിയായി. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും പരിശോധന നടക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഇനി കണക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും ജയശങ്കർ? രഞ്ജിത്ത്, വൈകിട്ടോടു കൂടിയാണ് സന്നിധാനത്തെ കണക്കെടുപ്പ് ജസ്റ്റിസ് KT ശങ്കരൻ പൂർത്തിയാക്കിയത്. അദ്ദേഹം നിലവിൽ സന്നിധാനത്ത് നിന്ന് ഇറങ്ങുകയും പമ്പയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കണക്കെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുണ്ടായോ, ഏതെങ്കിലും അട്ടിമറി സന്നിധാനത്തുണ്ടായോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്ന ഘട്ടത്തിലായിരിക്കും അതിന്റെ വിവരങ്ങൾ പുറത്തു വരിക. മറ്റൊരു തരത്തിലും വിവരങ്ങൾ പുറത്തുവരാതെ രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു പരിശോധന. കാരണം കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഫോൺ പോലും ഉപയോഗിക്കാനുള്ള ഒരു അനുമതി സന്നിധാനത്ത് കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധന. എന്തായാലും സന്നിധാനത്തെ പരിശോധന പൂർത്തിയായി. ഇനി ആറന്മുളയിലാണ്. അത് നാളെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും സന്നിധാനത്തെ പരിശോധന പ്രതീക്ഷിച്ചിലും അധികം സമയമെടുത്തതിനാൽ തന്നെ ജസ്റ്റിസ് KT ശങ്കരൻ എറണാകുളത്തേക്ക് മടങ്ങിയതിനു ശേഷം പിന്നീട് വീണ്ടും ആറന്മുളയിൽ മറ്റൊരു തീയതി തീരുമാനിച്ച ശേഷമായിരിക്കും പരിശോധന നടത്തുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതൊരു അറിയിപ്പും ലഭ്യമല്ല. എന്തായാലും ഈ പരിശോധന റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കി നൽകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പോൾ വിശദമായ രീതിയിൽ തന്നെ 3 ദിവസം കൊണ്ട് സന്നിധാനത്ത് പൂർത്തിയാക്കി. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ ഈ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് നിർണായകമാണ്. സന്നിധാനത്തെ അദ്ദേഹത്തിന്റെ കണക്കെടുപ്പ് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും ഇനി പരിശോധനയുണ്ടാകും. AV ജയശങ്കർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ഇസ്രയേലും. തടവുകാരെ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിലെത്തിച്ചു. ഇതിനിടെ ഇസ്രയേൽ പാർലമെന്റിൽ പരസ്പരം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും. ട്രംപിന് നേരെ പാർലമെന്റിൽ പ്രതിഷേധവും ഉയർന്നു. കർച്ചീഫ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയ പ്രതിനിധിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കി. ഇതിനിടെ ട്രംപിനൊപ്പം നെതന്യാഹു ഈജിപ്തിലേക്ക് പോകില്ല എന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. റെഡ് ക്രോസിന്റെ ബസ്സുകളിൽ റമല്ലയിലെത്തിച്ച പലസ്തീൻ തടവുകാർ പുഞ്ചിരിയോടെ ഇറങ്ങിവരുന്ന ദൃശ്യങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തുവരുന്നത്. ജീവനോടെയുള്ള 20 ബന്ദികളെയും ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് 2000-ഓളം വരുന്ന തടവുകാരെ മോചിപ്പിക്കാനുള്ള പ്രക്രിയ ഇസ്രായേൽ ആരംഭിച്ചത്. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷം മധ്യേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരികയാണെന്ന് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അസാധാരണമായ ധൈര്യവും ദേശസ്നേഹവുമുള്ള പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നായിരുന്നു ട്രംപിന്റെ പ്രശംസ. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായത്. 8 മാസത്തിനിടയ്ക്ക് താൻ അവസാനിപ്പിക്കുന്ന 8ാമത്തെ യുദ്ധമാണിത് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപ് ഇസ്രായേലിന്റെ മഹാനായ സുഹൃത്താണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇത്ര വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ നെതന്യാഹു ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് ട്രംപിന് നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഗസയെ പുനർനിർമ്മിക്കുന്നതിൽ താൻ മുഖ്യ പങ്കാളിയാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപിനൊപ്പം നെതന്യാഹുവും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തുന്നതിന് വിദ്യാർത്ഥിനിക്ക് വിലക്കെന്ന് പരാതി. യൂണിഫോം ധരിക്കുന്നതിൽ സ്കൂളിന്റെ നിയമം പാലിച്ചില്ല എന്നാരോപിച്ചാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടു. അഗസ്തീനിയൻ കന്യാസ്ത്രീകൾ നടത്തുന്ന കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് ഹിജാബ് ധരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. ജൂണിൽ 8ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിനി സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബും ധരിച്ച് സ്കൂളിലെത്താൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഹിജാബ് ധരിച്ചെത്തിയ ദിവസം സ്കൂളിന്റെ ഗേറ്റിന് പുറത്തുവെച്ച് അഴിപ്പിച്ചു എന്നാണ് രക്ഷിതാവിന്റെ പരാതി. പള്ളുരുത്തിയിൽ താമസിക്കുന്ന കുട്ടിയുടെ കുടുംബം സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം പരാതി നൽകി. യൂണിഫോമിറ്റിയിൽ ഒരു മാറ്റം വരുത്താനോ ഹിജാബോ അല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ ഷോള് ധരിച്ചു വരാൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ കുട്ടീൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിലുള്ള സംസാരവും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറയലും
മാർക്ക് കുറച്ചിടലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാക്കി. എൻ്റെ മോള് 4 ദിവസം അവർ പുറത്ത് നിർത്തി. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും. എന്നാൽ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല ശിരോവസ്ത്രമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA നിലപാട്. വിദ്യാർത്ഥിനി കൃത്യമായി യൂണിഫോമിലെത്തിയാൽ സ്വീകരിക്കുമെന്നും PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ. ഈ കുട്ടി വന്നത് ഈ ഒരു വേഷം ധരിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം ഞാൻ ഈ വേഷത്തിലേ ഇനി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങും. ഞങ്ങൾ പറ്റില്ല. പാരൻസിനെ വിളിച്ചു വരുത്തി PT സംസാരിച്ചു. അവർക്ക് വീണ്ടും ഇതേ വേഷം തന്നെ ധരിച്ചേ പഠിക്കാൻ പറ്റൂ എന്നുള്ള. അപ്പം യൂണിഫോം അത് മസ്റ്റാണ്, ഇതാണ് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഞങ്ങളെന്നാ നിയമപരമായിട്ട് നേരിടാൻ നമുക്ക് അവർ ഇറങ്ങിയത്. എല്ലാ കുട്ടികളും വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. ഞങ്ങൾ അന്തസ്സായിട്ട് പഠിക്കും. ഒരു പ്രതികാര നടപടിയും ഈ സ്കൂളിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇത്തരം വിഷയങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു. യൂണിഫോം ഒരു ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റി, അതിലെന്തെങ്കിലും ഒരു പെശ കൊണ്ടുവന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞു വിടുക, അതിനുശേഷം അവിടെ ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, അതിനകത്തുനിന്ന് സ്കൂൾ പൂട്ടുക, അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലേക്ക് ഗവൺമെന്റ് പോകേണ്ടി വരും. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർന്നതോടെ 2 ദിവസത്തേക്ക് സ്കൂൾ അടച്ചിട്ടു. സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 24 കൊച്ചി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന തർക്കത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി അനുനയം പ്രഖ്യാപിച്ച് സർക്കാർ. NSSന് ലഭിച്ച അനുകൂല സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാട് വിവിധ മാനേജ്മെന്റുകൾ സ്വാഗതം ചെയ്തു. ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ നിലപാട് മാറ്റി. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനു ശേഷം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആവശ്യം ഭാഗികമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSS മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. എന്നാൽ സർക്കാർ ഇതിനായി ഉത്തരവിറക്കില്ല. പകരം ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കും. ഗവൺമെന്റ് നിലപാടെന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തീരുമാനം വിവിധ ക്രൈസ്തവ മാനേജ്മെന്റുകളും സ്വാഗതം ചെയ്തു. വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ടും ഫോണിൽ സംസാരിച്ചുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന വലിയ ഒരു ഉറപ്പ് നൽകിയത് ഇന്നത് പ്രത്യേകമായ ഒരു പുതിയ ഘട്ടത്തിൽ ഉറപ്പ് ഒരു വളരെ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തതിലുള്ള വലിയ സന്തോഷമുണ്ട്. 16-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും സർക്കാർ നിലപാട് കോടതി അറിയിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ സമവായത്തിന് തയ്യാറായത്. 24 തിരുവനന്തപുരം. ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച് KGMOA. നവംബർ 1 മുതൽ രോഗീ പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. പ്രതീഷ്. റിജിത്ത്, ആരോഗ്യ പ്രവർത്തകർക്കെതിരെ തുടർച്ചയായി അതിക്രമങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഒരു നിസ്സഹകരണ സമരത്തിലേക്ക് സർക്കാർ ഡോക്ടർമാർ കടക്കുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരിയിൽ ഡോക്ടർ വിപിന് നേരെയുണ്ടായ അതിക്രമം അത് സർക്കാർ ഡോക്ടർമാർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ സംഘടന അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. നവംബർ 1 മുതൽ നിസ്സഹകരണ സമരം ആരംഭിക്കുമെന്നതാണ് ഈ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO അറിയിക്കുന്നത്. രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികൾ നവംബർ 1 മുതൽ ബഹിഷ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ താമരശ്ശേരിയിൽ ആക്രമണത്തിനിരയായ ഡോക്ടർ വിപിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ്. ഇതിനൊപ്പം തന്നെ ഈ പല സർക്കാർ ആശുപത്രികളിലും ഇപ്പോഴും സുരക്ഷയ്ക്ക് പോലീസുകാരില്ല. നേരത്തെ ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുമെന്നൊക്കെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് സർക്കാർ ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ അടിയന്തര നടപടി വേണം, അല്ലെങ്കിൽ കൂടുതൽ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാർ ഡോക്ടർമാർ നൽകുന്നുണ്ട്.
MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ഡോക്ടർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് KGMO. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.